ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. 2024 എല്ലാ ക്വസ്റ്റ്യൻസും മാത്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നോക്കി കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ കാണണം. നെക്സ്റ്റ് 2023 ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എ ബി എന്നിവ രണ്ട് ഗണങ്ങളാണെങ്കിൽ എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു. ഞാനൊരു വെൻ ഡയഗ്രം വരച്ചു. എ ഇതാണ്, ബി ഇതാണ്. എയും ബിയും ഇതാണ്. ഇത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ആണ് അല്ലെ? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഒഴിച്ച് ബാക്കിയെല്ലാം, അതല്ലേ എ കോംപ്ലിമെന്റ്. അപ്പൊ എവിടെയാണ് വരിക? ഈ ഭാഗങ്ങളെല്ലാം വരും അല്ലെ? എ കോംപ്ലിമെന്റിൽ ഈ ഭാഗങ്ങളെല്ലാം വരും. ഇനി ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബി ഒഴിച്ച് ബാക്കിയെല്ലാം, അതായത് ഈ ഭാഗങ്ങൾ മുഴുവൻ ഏതിൽ വരും? ബി കോംപ്ലിമെന്റിൽ വരും അല്ലെ? അപ്പൊ എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ് വരിക? ഈ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അതിൽ വരിക അല്ലെ? ഏത് ചെറിയ ഭാഗം വരും? ഈ ഒരു ചെറിയ ഭാഗം മാത്രം വരും. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ബിയിൽ നിന്ന് എ മൈനസ് ചെയ്തതല്ലേ ഈ ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ എന്താന്ന് പറയാം? ബി മൈനസ് എ ആണ് എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ്. അപ്പൊ ഏതാണ്? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ഗണം എ ശൂന്യഗണമല്ല അനന്തഗണമാണ് എന്ന് സൂചിപ്പിക്കുന്നത്? ഇതില് എങ്ങനെയാ വരിക? എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു സംഗതോപഗണത്തിലേക്ക് ഒരു ഇൻജക്റ്റീവ് ഏകതമുണ്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. കാരണം എന്താണ്? ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 1 ആണ് അല്ലെ? അപ്പോ ഒരു എയിൽ നിന്ന് എയിലേക്ക് തന്നെ ഒരു ഗണമുണ്ട് എന്നാണ് സൂചിപ്പിക്കണേ അല്ലെ? അപ്പൊ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ഏകതകളിൽ ഏതാണ് ഭിന്നക സംഖ്യാ ഗണത്തിൽ നിന്നും എണ്ണൽ സംഖ്യാ ഗണത്തിലേക്കുള്ള ഒരു ഇൻജക്റ്റീവ് ഏകതം GCD PQ ഈക്വൽ ടു 1 എന്ന് തന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് GCD ഓഫ് PQ എന്ന് പറയുന്നത് 1 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഒരു ഭിന്നകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? P/Q ഫോമിലാവും അല്ലെ? പിയും ക്യൂവും GCD 1 ആണെന്നും തന്നിട്ടുണ്ട്. F(PQ) എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2p × 3q. ഞാൻ ഓപ്ഷൻ എന്നാണ് എഴുതണേ. ഇത് എങ്ങനെ എഴുതാൻ പറ്റണത്? കാരണം എന്താന്ന് വിചാരിച്ചാൽ നമുക്ക് എന്താണ്, പ്രൈം ഫാക്ടറൈസേഷൻ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം? ഒരു സംഖ്യയെ നമുക്ക് ഒരു തരത്തിൽ മാത്രമേ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓർഡർ മാറാം, പക്ഷെ ഫാക്ടേഴ്സ് ഒരേപോലെ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? അതാണ്. അപ്പോ അത് കാരണം നമുക്ക് എന്ത് പറയാം? F(P/Q) ഈക്വൽ ടു 2p × 3q എന്നത് ഏതാണ്? ഒരു 1 1 ആണെന്ന് പറയാൻ സാധിക്കില്ലേ? ഇൻജക്റ്റീവ് ആണെന്ന് പറയാൻ സാധിക്കില്ലേ? കാരണം എന്താണ്? ഏതൊരു P/Q എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 2p × 3q, ഒരേ ഒരു 2p × 3q ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്? നമ്മളുടെ പ്രോപ്പർട്ടി, ഏതിന്റെ? പ്രൈം ഫാക്ടറൈസേഷന്റെ പ്രോപ്പർട്ടി പ്രകാരം ഓരോ തരത്തിൽ മാത്രമേ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ഓർഡർ മാത്രം വ്യത്യാസപ്പെടുത്താം, പക്ഷെ ബാക്കിയെല്ലാം സെയിം ആയിട്ടേ വരുള്ളൂ. അപ്പൊ ഇതാണ് ആൻസർ വരിക. ഇവിടെ F(P/Q) ഈക്വൽ ടു മോഡ് P പ്ലസ് മോഡ് Q ആണ് എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ F(P/Q) ഈക്വൽ ടു P പ്ലസ് Q എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x³ മൈനസ് 3x² പ്ലസ് px പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന സമവാക്യത്തിന്റെ മൂല്യങ്ങൾ സമാന്തര ശ്രേണിയിലാണെങ്കിൽ ഏറ്റവും വലിയ മൂല്യത്തിന്റെയും ഏറ്റവും ചെറിയ മൂല്യത്തിന്റെയും വർഗങ്ങളുടെ തുക എത്രയാണ്? എങ്ങനെയാ നമുക്ക് കാണാൻ പറ്റുക? അതായത് ഏറ്റവും വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും മൂല്യങ്ങളുടെ
തുകയാണ് നമുക്ക് കണ്ടത് അല്ലെ. അപ്പൊ എ പിയിലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ഡി എ പ്ലസ് ഡി എന്നുള്ളതാണ് എ പിയിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മൂല്യങ്ങൾ എടുക്കാൻ സാധിക്കുക. നമ്മൾ മൂല്യങ്ങൾ എടുക്കുന്നത് എ മൈനസ് ഡി എ പ്ലസ് ഡി എന്നുള്ള വിധത്തിലാണ്. അപ്പൊ നമുക്ക് ഇതാണ് 3 മൂല്യങ്ങൾ എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് എന്താ പറയാം, അതായത് വർഗ സം ഓഫ് ദ റൂട്ട്സ് എന്താ വരിക? മൈനസ് ബി ബൈ എ ആണ് അല്ലെ. സം ഓഫ് ദ റൂട്ട്സ് ഇവിടെ വരുമ്പോ എന്ത് വരും? മൈനസ് ബി ബൈ എ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്ത് വരും നോക്കൂ? മൈനസ് 3/1 എന്ന് വരില്ലേ? അതായത് സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആണ്. ഇവിടെ മൈനസ് ബിയുടെ സ്ഥാനത്ത് എന്താണ്? മൈനസ് ബിയുടെ സ്ഥാനത്ത് എന്താണ്? -3 ആണ്. ബൈ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എന്ത് വരും? 3 എന്ന് വരും. ഇത് നമ്മൾ ഇതാണെന്ന് വിചാരിച്ചില്ലേ? അപ്പൊ ഇത് തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എന്ത് വരും? 3a എന്നല്ലേ വരിക. 3a എന്ന് പറയുന്നത് 3നോട് തുല്യമാണെങ്കിൽ a നമുക്ക് കണ്ടുപിടിച്ചൂടെ? അത് എത്രയാണ്? a = 1 ആണ്. ഇനി പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇവിടെ വരുമ്പോൾ -1/1 വരും അല്ലെ. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് -1/1 = -1 എന്ന് വരും. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഇതിന്റെ ടേമിൽ നമ്മൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ എന്ത് പറയാം? a മൈനസ് ഡി ഇൻറ്റു എ പ്ലസ് ഡി. അതാണ് -1 എന്ന് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് എഴുതാം? a ഇൻറ്റു a² - d² എന്ന് എഴുതിക്കൂടെ? കാരണം a + b ഇൻറ്റു a - b ഫോം a² - b² എന്ന് എഴുതി =-1 എന്ന് വന്നു. a നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചു 1 ആണെന്ന്. അപ്പൊ 1 ഇൻറ്റു 1 - d² = -1. അപ്പൊ എന്താണ്? d² = 1 + 1 ആവില്ലേ? അത് 2 അല്ലേ. അപ്പൊ d² = 2 ആണ് വെച്ചെങ്കിൽ d = എന്ത് വരും? ±√2 എന്ന് വരില്ലേ? d ± 2 a 1. അപ്പൊ നമുക്ക് റൂട്ട്സ് എഴുതാം. ഇതാണ് റൂട്ട്സ് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ a - d എന്ന് പറഞ്ഞാൽ എന്താവും? 1 + √2. പിന്നെ എന്താണ്? 1 - √2 അല്ലെ. 1 - √2. പിന്നെ a എന്താണ് വരിക? a വരുമ്പോ 1 വരും. 1 + √2 1 1 - √2. അപ്പൊ ഇതില് ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് നമുക്ക് എഴുതാൻ പറ്റുക? ചെറിയ സംഖ്യ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 - √2 1 + √2 ആണ് ഗ്രേറ്റസ്റ്റും സ്മോളസ്റ്റും ആയിട്ടുള്ള റൂട്ടുകൾ അല്ലെ. 1 + √2 ഗ്രേറ്ററും 1 - √2 സ്മോളറും. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതിന്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. വർഗങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 - √2 ഹോൾ സ്ക്വയർ പ്ലസ് 1 + √2 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇത് a² - 2ab + b² എന്നുള്ള ഫോർമുല അല്ലേ. അപ്പൊ 1 - 2√2 + 2 അല്ലെ. മറ്റേത് എന്ത് വരും? 1 + 2√2 + 2 അല്ലെ. ഈ 2√2 ക്യാൻസൽ ചെയ്ത് പോവില്ലേ? അപ്പൊ എന്ത് വരും? 3 + 3 എന്ന് പറയുന്നത് 6 എന്ന് വരും. ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് എടുത്തത്? a - d a + d എന്നിവയാണ് റൂട്ട്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സം ഓഫ് ദ റൂട്ട്സ് എഴുതി, പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എഴുതി, അതിനെ ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക്
ആൻസർ കിട്ടി. എ മൈനസ് ടിയും എയും എ പ്ലസ് ടിയും കിട്ടി. അപ്പൊ നമുക്ക് ഏറ്റവും ചെറുത് എ മൈനസ് ടിയും ഏറ്റവും വലുത് എ പ്ലസ് ടിയും ആയിട്ട് എടുത്തു. അപ്പൊ 1 മൈനസ് റൂട്ട് 2 പ്ലസ് 1 പ്ലസ് റൂട്ട് 2 ആണ്. അതിന്റെ സ്ക്വയേഴ്സിന്റെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്ക്വയേഴ്സ് എടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഗണിത മത്സരത്തിൽ ഒരു സ്കൂളിനെ പ്രതിനിധീകരിക്കാൻ യോഗ്യതയുള്ള 11 വിദ്യാർത്ഥികളിൽ 4 വിദ്യാർത്ഥികളുടെ എത്ര വ്യത്യസ്ത സെറ്റുകൾ തിരഞ്ഞെടുക്കാം? ഇത് നമ്മൾ ഏതിലാണ് പഠിക്കുക? കോമ്പിനേഷൻ എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എത്ര തരത്തിലാണ് നമ്മൾ ചെയ്യാന്നാണ് നോക്കേണ്ടത്. അപ്പൊ എന്താണ്? 11C4 ആണ്. അതിന്റെ ആൻസർ എങ്ങനെ എഴുതുക? നിങ്ങൾക്കറിയാം NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആണെന്ന്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 11 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 11 മൈനസ് 4 ഫാക്ടോറിയൽ അല്ലേ? അപ്പൊ എന്താ എഴുതാം? 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 11 മൈനസ് 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 7 ഫാക്ടോറിയൽ. ഇതിനെ 7 ഫാക്ടോറിയൽ ആയിട്ട് എഴുതാൻ പറ്റുമോ? 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയലിനെ എഴുതാം 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ് അല്ലേ? ഇൻറ്റു 7 ഫാക്ടോറിയൽ. അപ്പൊ ഈ 7 ഫാക്ടോറിയലും ഈ 7 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്ത് പോവില്ലേ? പിന്നെ എന്ത് ക്യാൻസൽ ചെയ്ത് പോകും നോക്കൂ? 4 ഇവിടെ 2 പ്രാവശ്യം, പിന്നെ അപ്പൊ ഇവിടെ 2 2 അതും വെട്ടിപ്പോയില്ലേ? 3 പ്രാവശ്യം അല്ലേ? അപ്പൊ ഇവിടെ എന്താവും? 11 ഇൻറ്റു 30 ആവും. 11 ഇൻറ്റു 30 എത്രയാണ്? 330. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. P of n 3 raised to n less than n factorial n belongs to n എന്ന പ്രസ്താവന ശരിയാകുന്നത് എപ്പോഴാണ്? ഇതില് ഓപ്ഷൻ എന്ന് നമ്മൾ നോക്കുകയാണ്. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആവുമ്പോൾ n ഈക്വൽ ടു 3 ആവുമ്പോൾ നമുക്ക് എന്താണ്? 3 റേസ് ടു 3 ലെസ് ദാൻ n ഫാക്ടോറിയൽ, അതായത് 3 ഫാക്ടോറിയൽ ഇങ്ങനെ വരുന്നുണ്ടോ നോക്കുക. 9 9 3 27. 27 ലെസ് ദാൻ 3 ഇൻറ്റു 2 അത് എത്രയാണ്? 6. ഇത് ശരിയാണോ? അല്ല, ഇത് കറക്റ്റ് അല്ല അല്ലേ? അപ്പൊ ഇതല്ല ഓപ്ഷൻ. ഇനി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറയുമ്പോൾ 3 റേസ് ടു 6 നോക്കുക. ലെസ് ദാൻ 6 ഫാക്ടോറിയൽ ഇങ്ങനെ വരുന്നുണ്ടോ നോക്കൂ. 3 9 9 3 27 27 3 81 81 3 243 243 ഇൻറ്റു 3 243 ഇൻറ്റു 3 എത്ര വരും? 729. 729 ആണ് ഈ ഭാഗത്ത് വരിക. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 അല്ലേ? അപ്പൊ എന്ത് വരും? 6 5 30 30 4 120 120 ഇൻറ്റു 2 6 അല്ലേ? അപ്പൊ എന്താണ്? 16 72 ആണ്. 720 അത് ശരിയാണോ? അല്ല. അപ്പൊ ഇതും കറക്റ്റ് അല്ല. അപ്പൊ ഇനി നമുക്ക് ഗ്രേറ്റർ ദാൻ 7 നോക്കി നോക്കാം. അതായത് 729 ഇൻറ്റു 3 കൂടി അല്ലേ? 3 27 2 3 2 6 2 8 7 3 21 21 87 എന്നുള്ളതാണ് 3 റേസ് ടു 7 വരിക. 7 ഫാക്ടോറിയൽ എന്ത് വരും? ഇൻറ്റു 7 കൂടിയും വരും അല്ലേ? അപ്പൊ 720 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 5000 വരും. ഇവിടെ 2000 വരുള്ളൂ. അപ്പൊ നമുക്ക് ലെസ് ദാൻ എന്ന് പറയാൻ സാധിക്കും അല്ലെ? അപ്പൊ ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രയാങ്കിൾ ABCയിൽ A ഈക്വൽ ടു 2 സെന്റിമീറ്റർ, C ഈക്വൽ ടു 4 സെന്റിമീറ്റർ, C ഈക്വൽ ടു 30 ഡിഗ്രി എങ്കിൽ സൈൻ എയുടെ വില കാണുക. നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? നമുക്ക് ലോ ഓഫ് സൈൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിക്കോ. A ബൈ സൈൻ എ ഈക്വൽ ടു B ബൈ സൈൻ ബി ഈക്വൽ ടു C ബൈ സൈൻ സി. ഇതല്ലേ ലോ ഓഫ് സൈൻസ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും എയും സിയും നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ഇതിനെ 2 എന്ന് എഴുതി, ഇതിനെ ഏതാണ് 4 എന്ന് എഴുതി.
സൈൻ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. സൈൻ സി നമുക്ക് കാണാൻ പറ്റും. സി എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? എങ്ങനെയാണ്? സൈൻ 30 ഡിഗ്രി എന്താണ്? 1/2 ആണ് അല്ലെ? അപ്പൊ 2/sin A ഈക്വൽ ടു 4/sin 30 അല്ലെ? അപ്പൊ സൈൻ എ എന്ന് പറയുന്നത് എന്ത് വരും? സൈൻ എ ഈക്വൽ ടു 2 into sin 30 divided by 4. 2 into 1/2 divided by 4. അതേതാണ് വരിക? ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ 4 ഉണ്ട്. അപ്പൊ എന്താണ്? 1/4 എന്നുള്ളതാണ് ആൻസർ. ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൃത്തസ്തംഭം, വൃത്തസ്തൂപം, അർദ്ധഗോളം എന്നിവയുടെ പാദമുഖവും ഉന്നതിയും തുല്യമാണ് എങ്കിൽ അവയുടെ വ്യാപ്തങ്ങളുടെ അനുപാതം എന്താണ്? അപ്പൊ നമുക്ക് വൃത്തസ്തംഭം, വൃത്തസ്തൂപിക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോ അറിഞ്ഞില്ല എന്ന് വരും. ഞാൻ പറഞ്ഞു തരാം. വൃത്തസ്തംഭം എന്ന് പറയുന്നത് സിലിണ്ടർ ആണ്. വൃത്തസ്തൂപം എന്ന് പറയുന്നത് കോണാണ്. അർദ്ധഗോളം എന്ന് പറയുന്നത് ഹെമിസ്ഫിയർ ആണ്. ഇനി ഇതിന്റെ ഒക്കെ വോള്യം കണ്ടുപിടിക്കാനുള്ള വാക്യം നിങ്ങൾക്ക് അറിയോ? സിലിണ്ടറിന്റെ ഏതാണ്? πr²h ആണ്. കോണിന്റെ ഏതാണ്? 1/3 πr²h ആണ്. ഇനി ഹെമിസ്ഫിയറിന്റെ എന്താണ്? 2/3 πr³ ആണ്. ഇനി നമുക്ക് എന്താ പറഞ്ഞേക്കണേ? പാദമുഖവും ഉന്നതിയും തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആറും എച്ചും തുല്യമാവില്ലേ ഇവിടെ? അപ്പൊ നമുക്ക് ഇവിടെ ഇതിനെ എന്താ എഴുതാം? πr³ എന്ന് എഴുതിക്കൂടെ? കാരണം ആറും എച്ചും തുല്യമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിനെ എന്താ എഴുതാം? 1/3 πr³ എന്ന് എഴുതാം. ഇവിടെ എന്താ എഴുതാം? 2/3 πr³ എന്ന് എഴുതാം. അപ്പൊ πr³, ഇനി ഇതിന്റെ അനുപാതമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ πr³ 3ലും ഉണ്ട്. അപ്പൊ അത് ഒഴിച്ചിട്ട് 1:1/3 2/3. ഇതെങ്ങനെയാ? 3 ആണ് LCM വരിക അല്ലെ? അപ്പൊ 3 എന്ന് എഴുതാൻ പറ്റും. 3:1:2 എന്ന് എഴുതാൻ പറ്റും. ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 24 ഘടകങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? രണ്ട് തരത്തിൽ ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ഓപ്ഷൻ എന്ന് ചെയ്യാണ് ഏറ്റവും കൂടുതൽ യോജിക്കണത്. കാരണം വേഗത്തിൽ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും. 120നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ എത്ര വരും? 2, 30, 2, 15, 3, 5. അതായത് 2³ into 3 into 5. ഇതിൽ എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് എങ്ങനെയാ കാണാ? അതായത് 3 + 1 4 ഇൻറ്റു 3/1 ആവുമ്പോൾ 1 + 1 2 ഇൻറ്റു 5/1 ആവുമ്പോൾ 1 + 1 2. ഇത്രയും ഘടകങ്ങളാണ് ഉണ്ടാവുക. 4, 2, 8, 2, 16. 24 ഘടകങ്ങളുണ്ടോ? ഇല്ല. അപ്പൊ ഇതല്ല ഓപ്ഷൻ. ഇനി 240 എന്നുള്ളതിൽ നോക്കൂ. 2 എന്ന് പറയുമ്പോൾ 12, 120, 2, 6, 2, 12, 60നെ നമുക്ക് ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലെ? 2 × 2 × 3 × 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 ഇതിനെ എങ്ങനെ എഴുതാം? 2 4 അല്ലെ? 2, 30, 2, 15, 3, 5. അപ്പൊ 2/4 ഇൻറ്റു 3 ഇൻറ്റു 5 ആണ്. അപ്പൊ 4 + 1 5 ഇൻറ്റു 2 1 + 1 2 ഇൻറ്റു 2 അല്ലേ? അപ്പൊ 20 എണ്ണേ ഉള്ളൂ. അപ്പോഴും അതും അല്ല. ഇനി 360ന്റെ കേസ് നോക്കാം. അപ്പൊ ഇത് രണ്ടും അല്ല എന്ന് നമുക്ക് വ്യക്തമായി. ഇനി 360ന്റെ കേസ് നോക്കാം. 360 2 ആവുമ്പോൾ എന്താണ്? 18 2 ആണ് അല്ലെ? 2 9 90 ആവുമ്പോൾ 2 45. അപ്പൊ എന്താണ്? 3 പോവും അല്ലെ? 3 ആവുമ്പോൾ 3 3 15 3 15. അപ്പൊ 3 പോവും 5. അപ്പൊ എന്താണ്? 2/3 ഇൻറ്റു 3² ഇൻറ്റു 5.
അതായത് 3 1 4 4 ഇൻറ്റു 2 പ്ലസ് 1 3 ഇൻറ്റു 3 പ്ലസ് 1 4. നോ, ഇത് 5/1 ആണ് കേട്ടോ. അപ്പൊ ഇവിടെ 2 ആണ് വരിക. 4 3 12 12 24 24 ഘടകങ്ങളാണ് ഉള്ളത്. പക്ഷേ ഇതാണോ എന്ന് നമ്മൾ എങ്ങനെ 480 ആണോ? 480ഉം എത്ര ഘടകങ്ങൾ വരും നമുക്ക്? 480/2 എന്ന് പറയുമ്പോൾ 24 0 2. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം. 120 2 60 2 30 2 15 3 5 2 എത്രയാണ്? 5 ഇൻറ്റു 3 ഇൻറ്റു 5 ആണ് അല്ലേ? അപ്പൊ എന്താണ്? 5 1 6 6 ഇൻറ്റു 2 ഇൻറ്റു 2 6 2 12 2 24 തന്നെയാണ്. പക്ഷേ എന്താണ്? ഇതിലും 24 ഘടകങ്ങളുണ്ട്, ഇതിലും 24 ഘടകങ്ങളുണ്ട്. പക്ഷെ അവര് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചെറിയ സംഖ്യയാണ്. അപ്പൊ പിന്നെ നമുക്ക് ഇതാണെന്ന് ഉറപ്പിച്ചൂടെ? അപ്പൊ 360 ആണ് അതിന്റെ ഓപ്ഷൻ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 24നെ ഘടകങ്ങളാക്കുക, പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അതായത് 12 2 6 2 3 അല്ലേ? 2 ക്യൂബ് ഇൻറ്റു 3 ഇങ്ങനെയുള്ള പല പോസിബിലിറ്റീസും ഉണ്ട്. കാരണം 2 12 എന്നുള്ളത് ആവാം, അല്ലെങ്കിൽ ഏതാണ്, കുറേ പോസിബിലിറ്റീസ് നമുക്ക് പറയാം ഇതിന്. 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. 6 ഇൻറ്റു 4 എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. 6 ഇൻറ്റു 2 ഇൻറ്റു 2 എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. 8 ഇൻറ്റു 3 എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. 12 ഇൻറ്റു 2 എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഉള്ള പോസിബിലിറ്റി ആണ്. 24നെ നമ്മൾ എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രൈം ഫാക്ടറൈസേഷൻ അല്ല, വെറുതെ ഫാക്ടറൈസ് ചെയ്യാം. അപ്പൊ 24 ഘടകങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ കോമ്പിനേഷൻസ് എല്ലാം വരും. പക്ഷെ നമുക്ക് അതിന്ന് ഏറ്റവും ചെറിയതാണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് വലിയ സംഖ്യ 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു അങ്ങനെയുള്ള കോമ്പിനേഷൻസ് നമ്മൾ നോക്കണം. എന്നിട്ട് ഏറ്റവും ചെറുതെടുക്കണം. അതിനെക്കാട്ടും എളുപ്പ വഴി നമ്മൾ ഈ ആദ്യം പറഞ്ഞത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2/1000നെ 17 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാണ്? അതായത് 2/1000നെ 17 കൊണ്ട് ഹരിക്കുകയാണ് അല്ലെ? 17 കൊണ്ട് ഹരിക്കുകയാണ്. 17നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 16 + 1 എന്ന് എഴുതിക്കൂടെ? 17നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 16 + 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ 2/1000നെ 2 ഈ 2 4 4 2 8 2 16 എക്സ്ക്യൂസ് മീ 2/1000നെ 17 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? 2 ഈ 2 4 4 2 8 2 16 അല്ലെ? 2/4 എന്ന് പറയുന്നത് 16 ആണ് അല്ലെ? അപ്പൊ നമുക്ക് 2/4 ഹോൾ റേസ് ടു എന്തെന്ന് എഴുതാം? 250 ആണ് ഈ 1000 അല്ലെ? 4 × 250 അല്ലേ 1000. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ എഴുതിക്കൂടെ? ഈ 2/4നെ നമുക്ക് എങ്ങനെ എഴുതാം? കോൺഗ്രുവന്റ് ടു 2/4 കോൺഗ്രുവന്റ് ടു -1 മോഡ് 17 എന്ന് എഴുതിക്കൂടെ? കാരണം എന്താണ്? 16 ആണ് ഇത്. 17 ആവണം വെച്ചെങ്കിൽ
ഒന്നും കൂടിയും കൂട്ടണം. അപ്പൊ 2 പ്ലസ് 17 ആണ് വെച്ചെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 17 വരും അല്ലേ. അപ്പൊ നമുക്ക് 2 കോൺഗ്രുവൻ ടു -1 മോഡ് 17 എഴുതി കൂടെ. അപ്പൊ ഇവിടെ റേസ് ടു 250 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതാം, -1 റേസ് ടു 250 മോഡ് 17 എന്ന് വരില്ലേ. അപ്പൊ -1 റേസ് ടു ഈവൺ നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്താ വരിക, 1 ആണ് വരിക. അപ്പൊ എന്ത് വരും, റിമൈൻഡർ തിയറം പ്രകാരം നമുക്ക് റിമൈൻഡർ എത്ര വരിക, 1 എന്നുള്ളതാണ് വരിക. അപ്പൊ റിമൈൻഡർ തിയറം നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. എങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് പെർഫെക്റ്റ് നമ്പർ? പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യ അതിന്റെ ഘടകങ്ങളുടെ ആകെ തുക, ആ സംഖ്യ ഒഴിച്ചുള്ള ഘടകങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയാണെങ്കിലാണ് അതിനെ പെർഫെക്റ്റ് നമ്പർ അല്ലെങ്കിൽ അനഘസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസില് നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് നമ്പർ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോ അനഘസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിഞ്ഞില്ലേ? എന്താണ്? ആ സംഖ്യ ഒഴിച്ച് ബാക്കിയുള്ള ഘടകങ്ങളെ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ആ സംഖ്യ തന്നെ കിട്ടണം. എങ്കിലാണ് അതിനെ അനഘസംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ സ്മോളസ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് നമ്പർ 6 ആണ്. എങ്ങനെയാണ്? 1ഉം 2ഉം 3ഉം പിന്നെ എന്താണ് 6ഉം ആണ് അതിന്റെ ഏതെന്ന് പറയുന്നത്, ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഈ 6 മാറ്റി നിർത്തിയ ബാക്കി എല്ലാം കൂടി കൂട്ടുക. അപ്പൊ എത്രയാണ്? 3, 2, 5, 1, 6. ഈ 6 തന്നെയല്ലേ ഇത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പെർഫെക്റ്റ് നമ്പർ ആണ്. ഇനി അടുത്ത പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത് 28 ആണ്. ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. ഓർത്തു വെച്ചാൽ വേഗത്തില് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. 28ഉം ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. പിന്നെ ഒരെണ്ണം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് 496ഉം 8128ഉം ആണ്. ഇതെല്ലാം പെർഫെക്റ്റ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിൽ 496 വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇത് അറിയില്ല എന്ന് വിചാരിക്കാം. എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 24ന്റെ ഘടകങ്ങൾ നോക്കുക. 24ന്റെ അല്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പൊ എന്താണ്? 12, 24, 2, 6, 2, 3 അല്ലെ. 2 ക്യൂബ് ഇൻറ്റു 3 എന്നല്ലേ പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സിന്റെ സം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് ഈ 2 raised to 3 plus 1 അതായത് 4 minus 1 divided by 2 minus 1 into 3 raised to 1 plus 1 2 minus 1 divided by 3 minus 1. ഇനി 5 ഉണ്ട് വെച്ചെങ്കിൽ 5ന്റെയും ഈ raised to എന്നുള്ളത് ഇതിനെക്കാട്ടും ഒരു സംഖ്യ കൂട്ടിയിട്ട് എഴുതുക. -1 divided by ഇത് -1. ഇതാണ് നമ്മളുടെ വാക്യമുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. എങ്കിലേ നിങ്ങൾക്ക് ഇത് എഴുതാൻ സാധിക്കുള്ളൂ. P1 ഒരു പ്രൈമാണ്, Q1 P2 ഒരു പ്രൈമാണ്, P3 ഒരു പ്രൈമാണ് വെച്ചെങ്കിൽ P1 raised to K plus 1 -1 by P minus 1 അങ്ങനെയുള്ള ഒരു വാക്യമുണ്ട്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഇത് സം ഓഫ് ദ ഫാക്ടേഴ്സ് കാണാൻ സാധിക്കുകയുള്ളൂ. ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പൊ എന്താണ്? 2 raised to 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2 4 4 2 8 2 16 16 - 1 എന്ന് പറഞ്ഞാൽ 15 by 2 - 1 1 3 9 9 - 1 8 -3 - 1 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ ഇവിടെ എന്തായി? 60 എന്നായി അല്ലെ. 60 എന്ന് ഈ 24 കുറച്ചാ നമുക്ക് 24 എന്നുള്ള ആൻസർ കിട്ടുമോ? ഇല്ല. അപ്പൊ ഇതല്ല എന്ന് മനസ്സിലായി അല്ലെ. അങ്ങനെ ഓരോന്നും ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ 496നെയാണ് ഇനി ഞാൻ ചെയ്യുന്നത്. 328 നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. 496നെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഈ 2 4 4 2 8 2 16 2 1 2 4 2 6 2 അപ്പൊ 2 31.
അപ്പൊ എന്താണ് 31 ഒരു പ്രൈമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എന്താ എഴുതാം, 2⁴ ഇൻറ്റു 31⁻1 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇനി ഇതിന്റെ സമ്മ് എങ്ങനെയാ കണ്ടുപിടിക്കുക, സം ഓഫ് ദ ഫാക്ടേഴ്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക, അതായത് 2⁵ - 1 ബൈ 2 - 1 ഇൻറ്റു 31⁻2 - 1 ബൈ 31 - 1. അപ്പൊ ഇത് എങ്ങനെയാണ് ഇനി നമുക്ക് എഴുതാൻ സാധിക്കുക, ഇവിടെ കുറച്ചൊന്ന് മാറ്റിണ്ടേ എങ്കിലേ എനിക്ക് എഴുതാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ 2⁵ എന്ന് പറഞ്ഞാൽ 2 4 4 2 8 2 16 16 2 32 അല്ലെ. 32 - 1 ബൈ 2 - 1 1 ഇൻറ്റു 31² - 1നെ ഞാൻ എങ്ങനെ എഴുതി, a² - b² എന്നുള്ള ഫോം അല്ലേ. അപ്പൊ a + b ഇൻറ്റു a - b എന്ന് എഴുതിക്കൂടെ, 31 + 1 ഇൻറ്റു 31 - 1 എന്ന് എഴുതി. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 31 - 1 ഇവിടെ ഉണ്ട്, അപ്പൊ ഇതിനെ ക്യാൻസൽ ചെയ്ത് കളയാനാണ്. അപ്പൊ ഇനി നമുക്ക് എന്താ എഴുതി, 32 - 1 ഇവിടെ എത്രയാണ്, 31 ഇൻറ്റു 31 + 1 എത്രയാണ്, 31 + 1 32, 31 ഇൻറ്റു 32 31 ഇൻറ്റു 32 ആണ് നമുക്ക് കണ്ടത്. 32 ഇൻറ്റു 30 + 1 എന്ന് എഴുതിക്കൂടെ. അപ്പൊ നമുക്ക് എന്താ, 3 2 6 3 9 960 പിന്നെ 32, അതായത് 992. അതിന്ന് ഏത് സംഖ്യ കുറച്ചാ, 496 കുറച്ചാ നമുക്ക് 496 എന്ന് കിട്ടുകയാണ് വെച്ചെങ്കിൽ അത് പെർഫെക്റ്റ് നമ്പർ ആണ്. അപ്പൊ ഇവിടെ എത്രയാ വരിക, സോറി 9 ആണ് വരിക. 12 10 9 4 496 വന്നു. അപ്പൊ ഇതാണ് പെർഫെക്റ്റ് നമ്പർ എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ആദ്യത്തെ കുറച്ചെണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സാമ്പിൾ പഠിച്ചു വെക്കേണ്ടത് 6 28 496 8128. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണേ. ഇതെല്ലാം പെർഫെക്റ്റ് നമ്പേഴ്സ് ആണ്. പെർഫെക്റ്റ് നമ്പേഴ്സ് ആവുമ്പോൾ ഇതിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ എഴുതാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് പറയണത്, ഒരു സമചതുര മാട്രിക്സ് ആണെങ്കിൽ താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഒരു പെർഫെക്റ്റ് സമചതുര മാട്രിക്സ് സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ a + a ട്രാൻസ്പോസ് എന്തായിരിക്കും, സിമെട്രിക് ആയിരിക്കും അല്ലെ. a + a ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക് ആയിരിക്കും. a - a ട്രാൻസ്പോസ് എന്ന് പറയുന്നതോ സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഹെർമിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, a ട്രാൻസ്പോസിന്റെ കോൺജുഗേറ്റ് ഈക്വൽ ടു a ആണ് വെച്ചെങ്കിലാണ് അതിനെ ഹെർമിഷ്യൻ മെട്രിക്സ് എന്ന് പറയാം. a ട്രാൻസ്പോസിന്റെ കോൺജുഗേറ്റ് ഈക്വൽ ടു a ആണെങ്കിൽ അതിനെ ഹെർമിഷ്യൻ എന്ന് പറയും. പക്ഷെ ഇതിലിപ്പോ എന്താണ്, ഹെർമിഷ്യൻ ആവണമെച്ചെങ്കിൽ അപ്പൊ എന്താണ്, a ട്രാൻസ്പോസ് കോൺജുഗേറ്റ് - a ഹെർമിഷ്യൻ ആവും അല്ലെ. അപ്പൊ ഇത് തെറ്റാണ് അല്ലെ. a - a ട്രാൻസ്പോസ് എന്താവും, a ഈക്വൽ ടു a ട്രാൻസ്പോസ് ആണെങ്കിൽ a - a ട്രാൻസ്പോസ് ഈക്വൽ ടു ഏത് മെട്രിക്സ് ആവും, സ്ക്യൂ സിമെട്രിക് ആവും. ഇത് സ്ക്യൂ സിമെട്രിക് ആണ് ആവുക, അപ്പൊ ഇത് തെറ്റാണ്. a + a ട്രാൻസ്പോസ് ആണ് സിമെട്രിക് ആവുക. അപ്പൊ a എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങളുടെ റെസ്പോൺസ് കുറയും തോറും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ക്വസ്റ്റ്യൻസും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് അധികമാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.